ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കിടിലം ഐറ്റമാണ്. തമ്പനയിൽ കണ്ടതുപോലെ കോളിഫ്ലവർ കൊണ്ടൊരു ബജിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കോളിഫ്ലവർ തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നു, കോളിഫ്ലവർ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാം. സാധാ രാസവളം ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഉണക്ക ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇത് 3:2:1 എന്ന അംശബന്ധത്തിൽ മണ്ണും ചേർത്തിട്ട് ഗ്രോ ബാഗിലോ അതോ സാധാ നിലത്തോ നമുക്ക് നടാവുന്നതാണ്. ആദ്യം നമുക്കിത് മുറിച്ചെടുക്കാം. അതിനായിട്ട് കോളിഫ്ലവറിൻ്റെ മുകളിലൊന്നും ടച്ച് ചെയ്യാണ്ട് താഴ്ഭാഗത്ത് കത്തി ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഏകദേശം നന്നായിട്ട് തന്നെ വിളവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കിലോ താഴെ തൂക്കം വരുന്ന ഒരു കോളിഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബജി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഇലഭാഗങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് പുഴു മറ്റും കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുഴു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. അതിന് ശേഷം നമുക്ക് ഓരോ ഇതളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ അടർത്തി എടുക്കേണ്ടത് ആവശ്യമാണ്. ചെറിയ ചെറിയ പീസായിട്ട് അടർത്തി എടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യമനുസരിച്ച് വലിപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ നമ്മൾ ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കേണ്ടതാണ്. എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമുക്ക് മസാലയും മുളകും ഉപ്പും കടലമാവും ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. അതിനു മുമ്പ് മുളകും ഉപ്പും കടലമാവുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കടലമാവും ഈ മുളകും മസാലയും മറ്റും നമ്മുടെ ഈ കോളിഫ്ലവറിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് വെള്ളവും കടലമാവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കടലമാവ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ തന്നെ സമയമെടുത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് മാവ് കുഴച്ച് വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് നല്ലൊരു ചീഞ്ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു ചീഞ്ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ട് കുഴിഞ്ഞ ഒരു ചീഞ്ചട്ടി എടുക്കുക. ചീഞ്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുഴച്ച് വെച്ചിട്ടുള്ള മാവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോളിഫ്ലവർ നമ്മൾ ചെറിയ പീസായിട്ടാണ് ഇടേണ്ടത്. ഒറ്റ കൂട്ടമായിട്ട് ഇടാണ്ട് അവിടെ ഇവിടെ മാറ്റി ഇടേണ്ടതാണ്. എന്നാലാണ് വേവ് പാകമാവുകയുള്ളൂ. സൈഡിലേക്കൊക്കെ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൂട്ടമായി കിടക്കുന്ന പീസുകളെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമുണ്ടാവും. അതിനുശേഷം ഒരു പകുതി വേവായതിന് ശേഷം ഒന്ന് മറിച്ചിടേണ്ടതാണ്. ഇപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രൗൺ കളറ്, അതായത് ഒരു
യെല്ലോ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങാനുള്ള പാകമായി. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടിരിക്കും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില. ഏകദേശം പാകമായി. നമുക്ക് ഇത് കോരി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് എണ്ണ വാർന്ന് കിട്ടാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് കോരിയിടാം. ഇപ്പോൾ നമ്മുടെ ബജ്ജി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ്.